പലരും ചോദിക്കാറുണ്ട്, നമ്മളെക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള സമയത്തും കൂടുതൽ ജനസംഖ്യയുള്ള സമയത്തും ചൈന വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്ത്യക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ കേരളം എടുത്തു നോക്കാം. കേരളത്തിലെ ടിപ്പിക്കൽ മലയാളീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് വലിയ തോതിൽ നന്നാവുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത കൂട്ടത്തിലായിരിക്കും പൊതുവെ മലയാളികളുള്ളത്. അവന് കുറച്ചും കൂടെ നമ്മളെക്കാൾ ഉയർന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ താഴ്ത്തിടാം എന്നുള്ള ഒരു ക്ലാസ് വേണമെങ്കിൽ നമ്മൾ അതിനുള്ള സ്റ്റഡി നടത്തുന്ന ടീംസാണ്. പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ചായക്കടകൾ എടുത്തു നോക്കാം. ഈ ചായക്കടയിൽ ഭയങ്കര തിരക്കായിരിക്കും വൈകുന്നേര സമയങ്ങളിൽ. നന്നായിട്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നു. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 100 മീറ്റർ അപ്പുറത്ത് വേറൊരു കട ഇടും, എന്നിട്ട് 2 ചായക്കട കൂടെ ഒരു മാസം കൊണ്ട് പൂട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നാടൊക്കെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. ഇപ്പം ബേക്കറി ആയാലും, അത് കഴിഞ്ഞ് ചപ്പാത്തി കമ്പനി, ടർഫ്, ഇപ്പൊ പുതിയതായിട്ട് വരാൻ പോകുന്ന ബ്യൂട്ടി പാർലർ ട്രെൻഡ്സ്. നമുക്കൊരു പാഷൻ ഉണ്ടാവുമല്ലോ, ആ പാഷൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഫുള്ള് കോപ്പീഡ് ആകാം, പക്ഷെ അത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മാറ്റത്തിന്റെ വിപ്ലവത്തിലൂടെ കൊണ്ടുപോയാൽ നന്നായിരിക്കും. ഇപ്പൊ നമ്മൾ കോപ്പി എന്ന് പറയുമ്പോൾ ഇതേ ഫേസ്ബുക്കിന്റെ 27ഓളം കോപ്പീസ് ചൈന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ചൈന അവരുടേതായിട്ടുള്ള കാര്യത്തിൽ അതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ തൊഴിൽ മേഖലകളിലൊക്കെ കുറച്ചും കൂടെ നന്നായി കഴിഞ്ഞാൽ അത് പല വിധത്തിലായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക പ്രിയമുള്ളവരെ.